സാറ് ഈ മുഴുവൻ ഡിമാൻഡുകളെയും പൂർണ്ണമായും അംഗീകരിക്കുകയാണ് സാർ. വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും കടന്നു പോകുന്നത്. സാർ, കേരളത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ പോലും കേരളത്തിലെ മുഴുവൻ വകുപ്പുകളും ആ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ട് വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം എന്ന് പറയാൻ വളരെ അഭിമാനം തോന്നുകയാണ്. സാർ, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഡിമാൻഡ് ഇന്ന് ഈ നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സാർ, മുൻമന്ത്രി ശ്രീ കെ രാധാകൃഷ്ണനും ഇപ്പോഴത്തെ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ OR കേളുവും ഈ വകുപ്പിനെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമാക്കി മാറ്റി എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ആർക്കും UDFകാർക്ക് പോലും എതിർക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു പരാതിക്കും ഇടവരാതെ വളരെ ഭംഗിയായി സുതാര്യതയോടുകൂടി കൊണ്ടുപോകുന്ന ഒരു വകുപ്പാണ് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വകുപ്പ്. സാർ, എല്ലാ മേഖലകളിലും നല്ല നിലയിലുള്ള മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാർ, പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ സംഭാവനയാണ് ഈ കേരളം നൽകിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പട്ടികജാതി മേഖലയിൽ നിന്നും പ്ലെയിൻ ഓടിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ സംജാതമായത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളത് കൊണ്ടാണ്. സാർ, എത്ര പൈലറ്റുമാരാണ് ഇപ്പോൾ ഓടുന്നതെന്നറിയോ? വിമാനം ഓടിക്കുന്നത് പണ്ടൊന്നും ഈ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. അങ്ങയുടെ കാലഘട്ടത്തിലും ഇല്ലായിരുന്നു. ഞാൻ അങ്ങയുടെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു AP അനിൽകുമാർ. വളരെ നന്നായി അദ്ദേഹം ഇരുന്ന ഘട്ടത്തിൽ ആ വകുപ്പിനെ ഏറ്റവും ശ്രദ്ധേയമാക്കി. ഞാൻ വളരെ പ്രത്യേകമായി അദ്ദേഹത്തിനെ അഭിനന്ദിക്കുക. സാർ, UDFന്റെ ഭരണകാലഘട്ടത്തിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പും പട്ടികജാതി വകുപ്പും പട്ടികവർഗവും രണ്ട് മന്ത്രിമാരുണ്ട്. IC ബാലകൃഷ്ണ ഇരിക്കുന്നുണ്ട് പറയുക. സാർ, പട്ടികജാതി വർഗ വകുപ്പിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. ഫണ്ടുകളെല്ലാം ലാപ്സായി പോയി. എന്നാൽ പട്ടിക ജാതി മന്ത്രി അനിൽകുമാർ എല്ലാ ഫണ്ടും യൂട്ടിലൈസ് 100% അദ്ദേഹം ചെയ്തു. ഞാൻ അത് വലിയ അഭിമാനത്തോടുകൂടി, ഞാൻ LDFൽ ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും ചെയ്ത കാര്യം ചെയ്തില്ലെന്ന് പറയുന്നത് ശരിയല്ല. ഞാനും അദ്ദേഹവും VD സതീശനും നമ്മുടെ റോഷി അഗസ്റ്റിനും മന്ത്രി ഗണേഷ് കുമാറും മഞ്ഞളാംകുഴി അലിയും ഞങ്ങൾ 2001 കേരള നിയമസഭയിൽ ആദ്യമായി ഞങ്ങൾ ചെറുപ്പക്കാരായി കടന്നു വന്നപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അന്നും ഇന്നും ആ സാഹോദര്യ ബന്ധം ഞങ്ങൾ ഊട്ടിയുറപ്പിക്കുകയാണ്. അതിനകത്തൊരു മാറ്റമില്ല. ഞാൻ അതെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. പക്ഷേ പൊളിറ്റിക്സ് പറഞ്ഞാൽ പൊളിറ്റിക്സ് ഞാൻ പറയും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഇത്രയും നാൾ 5 ടേണും MLA ആയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുക്കീഴിൽ നിന്നും മത്സരിച്ച് ജയിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് നല്ല ആ പ്രതിബദ്ധതയോടു കൂടിയാണ് ഞാൻ നിയമസഭയിൽ സാറിന് സംസാരിക്കാറുള്ളത്.